Good afternoon all. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷനിലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. സോ നമ്മൾ നോക്കി ഡൗൺവേർഡ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. ദിസ് ഇസ് ആക്ച്വലി ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. സോ ഗ്രേപ്പ് വൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഇറ്റ്. ഗ്രേപ്പ് വൈൻ, മുന്തിരിവള്ളി എങ്ങനെയാണുള്ളത്? ഇറ്റ് ഈസ് ഷാറ്റേർഡ് ഹിയർ ആൻഡ് ദർ അല്ലേ. ഒരു എന്തിൻ്റെയെങ്കിലും പന്തലിൻ്റെ മുകളിലൊക്കെ നമ്മൾ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങോട്ടൊക്കെ പോവും, എങ്ങോട്ടൊക്കെ പടരും എന്നുള്ളത് വി കാൺ പ്രെഡിക്റ്റ് അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഹൗ ഇറ്റ് വിൽ ബി. ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. സോ നിങ്ങൾ ആലോചിക്കേണ്ടത് ഗ്രേപ്പിനെയാണ്. ഓക്കെ, ആ ഗ്രേപ്പ് വൈൻ ആലോചിക്കുക, മുന്തിരിവള്ളി ആലോചിക്കുക, അതെങ്ങനെ വേണമെങ്കിലും പോകാം. So that is the speciality of this one, that is grapevine communication. So grapevine communication എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി, ആ ഒരു ഇൻഫർമേഷൻ he is actually spreading to the group. ഓക്കെ, ഒരു ഇൻഫർമേഷൻ കിട്ടിയതിനെ ആ ഒരു ഗ്രൂപ്പിലേക്കാണ് അദ്ദേഹം അല്ലെങ്കിൽ അവർ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പ്രെഡിങ്ങിൽ തന്നെ there are different categories. ഓക്കെ, അപ്പോൾ ഗ്രേപ്പ് വൈൻ എന്താണെന്ന് ആദ്യം പഠിക്കുക. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ആൻ ഓർഗനൈസേഷൻ വെൻ ദ പീപ്പിൾ വാണ്ടഡ് ടു ടോക്ക് വിത്ത് ഈച്ച് അതർ, കൊളീഗ്സ് എസ്പെഷ്യലി വെൻ ദേ വാണ്ടഡ് ടു ടോക്ക് ഈച്ച് അതർ, അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോളേജ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കോളേജിൽ നമ്മൾ ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിലിരുന്ന് സംസാരിക്കുന്നതും നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളൊരു ക്ലാസ് റൂമിലിരുന്ന് സംസാരിക്കുന്നതും ആലോചിച്ചു. അതാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. So whenever the people who are working in an organization, in a firm and all, when they will get a chance to talk with each other while lunchtime, while having the food and all, so what all the things they will share everything അല്ലേ. അവർ വെറുതെ ഷെയർ ചെയ്യുക എന്ത് മാത്രമായിരിക്കില്ല. It's not quite natural that they will talk only about the appointments, promotion, retirements, even അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല അവർ സംസാരിക്കുക അല്ലേ. ദേ വിൽ ടോക്ക് അബൌട്ട് ദ വെരി നാച്ചുറൽ ആൻഡ് ഡൊമസ്റ്റിക് തിങ്സ്. അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ദേ വിൽ ടോക്ക് വിത്ത് ഈച്ച് അതർ. അല്ലാതെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ നടക്കുന്ന, ഫേമിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ദേ വിൽ ഗോസിപ്പ് അബൌട്ട് എവ്രിതിങ്. ആൻഡ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ദ പീപ്പിൾ ഓഫ് എൻ ഓർഗനൈസേഷൻ ഈസ് ടേംഡ് ആസ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഇനി ഈ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷനെ പ്രൊഫസർ കെയ്ത്ത് ഡേവിസ് അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹു ഹാസ് ഡൺ സം റിസർച്ച് ഓൺ ദി നേച്ചർ ഓഫ് ദി ഗ്രേപ്പ് വൈൻ ഓർ ദി ഇൻഫോർമൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹി ക്ലാസിഫൈഡ് ഇറ്റ് ഇൻ ടു 4 ബേസിക് ടൈപ്സ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം കുറേ റിസർച്ച് നടത്തി, കുറേ സ്റ്റഡി നടത്തിയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചൊരു കാര്യം, ഈ ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് ഹാപ്പനിങ് in a 4 different kinds or in a 4 different categories. ഓക്കെ, 4 കാറ്റഗറീസ് ആയിട്ട്, 4 ഭാഗങ്ങളായിട്ട്, അല്ലെങ്കിൽ 4 രീതിയിലാണ് ഈ ഒരു ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ആളുകളുടെ ഇടയിലായാലും അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ ഇടയിലായാലും ഒക്കെ നടക്കുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി 4 ടൈപ്സ്, 4 തരത്തിലുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഏതൊക്കെയാണ് അദ്ദേഹം പേര് കൊടുത്തത് എങ്ങനെയൊക്കെയാണ്? ഒന്ന്, സിംഗിൾ സ്ട്രാൻഡ്. ഓക്കെ, ഒറ്റയ്ക്ക് സിംഗിൾ സ്ട്രാൻഡ്. രണ്ടാമത്തത് ഗോസിപ്പ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, വി ഓൾ ഡു ഗോസിപ്സ് അല്ലേ. ഈവൻ നിങ്ങൾ എല്ലാവരും ഗോസിപ്പ് പഠിക്കാറുണ്ട്, ഗോസിപ്പ് പഠിക്കാത്ത ആരുമില്ല. സോ ഗോസിപ്പ്. ആൻഡ് ദെൻ പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് ഐ വിൽ ടെൽ യു. ദ നെക്സ്റ്റ് വൺ ഈസ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? യു വിൽ ബി നോയിങ്, BCA സ്റ്റുഡൻസിന് അറിഞ്ഞിരിക്കണം. ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സംതിങ്. സോ ഈ ഒരു 4 രീതിയിലാണ് പ്രൊഫസർ കെയ്ന്ത് ഹി ഹാഡ് ക്ലാസിഫൈഡ് ദ പ്രോസസ് ഓഫ് ദിസ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. അദ്ദേഹം പറയുന്നത് ഈ 4 രീതിയിലാണ് ഈ ഒരു ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാൻ പറ്റുക. അതൊരു ഓർഗനൈസേഷനിലായാലും, ഒരു ഫേമിലായാലും, ഒരു ഓഫീസിലായാലും, എവിടെ ആയിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു 4 രീതിയിലാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഹി ഈസ് ആക്ച്വലി speaking about. Then what he says actually, which is the first one? Single strand. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്തോളൂ കേട്ടോ. സിംഗിൾ ഒറ്റൊന്ന്, സ്ട്രാൻഡ്. ഓക്കെ, സിംഗിൾ സ്ട്രാൻഡ് എന്താണ്? The single strand chain involves the passing of information
ത്രൂ എ ലോങ് എങ്ങനെയാണ് വരുന്നത്? ത്രൂ പാസിംഗ് ഓഫ് ഇൻഫർമേഷൻ ത്രൂ എ ലോങ് ലൈൻ ഓഫ് പേഴ്സൺ. ഓക്കെ, ദ ഇൻഫർമേഷൻ, okay, the passing of information through a long line of person to the ultimate recipient. Okay, to the ultimate recipient. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ഈ ഒരു സിംഗിൾ സ്ട്രാൻഡ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവുക? ഇൻവോൾവ്സ് ദ പാസിംഗ് ഓഫ് ഇൻഫർമേഷൻ ത്രൂ എ ലോങ് ലൈൻ ഓഫ് പേഴ്സൺ ടു ദി അൾട്ടിമേറ്റ് റെസിപ്പിയൻറ്റ്. അതായത് ഏറ്റവും ലാസ്റ്റ് ഒരാളുടെ അടുത്ത് എന്തായാലും ഒരു ഇൻഫർമേഷൻ എത്തുമല്ലോ. അപ്പോൾ ആ ഇൻഫർമേഷൻ പോകുന്നൊരു രീതി എങ്ങനെയായിരിക്കും? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, മറ്റൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. വി ഹാവ് എ ഗെയിം ലൈക്ക് ദാറ്റ്. നമ്മൾ ഓഫീസിലൊക്കെ ചില സമയങ്ങളിൽ ഗെയിമുകൾ ഇങ്ങനത്തെ നടത്താറുണ്ട്. അതായത് ഒരാളോട്, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗെയിം നടത്താറുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ആൻ ഐസ് ബ്രേക്കിംഗ് സെഷൻ. ഒരു ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് വി വിൽ ബി ഹാവിങ് ദിസ് സെഷൻ. ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടീച്ചർ ഒരു കുട്ടിക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും. അത് ആ കുട്ടി വിസ്പറായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് മറ്റൊരു കുട്ടിയെ കേൾപ്പിക്കണം. അങ്ങനെ പാസ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഒരാളുടെ കയ്യിൽ ആ ഒരു ഇൻഫർമേഷൻ എത്തും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സിംഗിൾ സ്ട്രാൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് ചെയിൻ എന്ന് പറയാം. അതായത് എ ടെൽസ് ബി, ബി ടെൽസ് സി ആൻഡ് സി ടെൽസ് ഡി, അങ്ങനെ സോ ഓൺ. അതിങ്ങനെ പോയി ഒരു ലോങ് പ്രോസസ്സായി കഴിഞ്ഞതിന് ശേഷം ഇറ്റ് വിൽ റീച്ച് ടു ദി ലാസ്റ്റ് പേഴ്സൺ. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അങ്ങനെ പോകുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ സിംഗിൾ സ്ട്രാൻഡ് ചെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക, ഗ്രേപ്പ് വൈനിൽ തന്നെ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? ഗോസിപ്പ് ചെയിൻ ആണ്, ഗോസിപ്പാണ്. ഗോസിപ്പ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an actively seeks അല്ലെങ്കിൽ a actively seeks and tells everyone. Okay, a person will be there and who wanted to share an information to everyone. ഇപ്പം നിങ്ങൾ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരുമായിട്ട് സംസാരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാനിങ്ങനെ നിൽക്കും, ഒരാൾ ഐ വോണ്ടഡ് ടു കൺവേ സംതിങ് ടു യു ഇൻ ദ ക്ലാസ്. സോ വാട്ട് ഐ വിൽ ഡു, ഐ വിൽ സ്റ്റാൻഡ് ദെയർ ഇൻ എ പൊസിഷൻ ആൻഡ് ദെൻ ഐ വിൽ ടോക്ക് ടു all the people in the class, not to one group, not to one bench, not to one single student. I will talk to everyone. അല്ലേ, ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് എല്ലാവരോടും പാസ് ചെയ്യും. അതിനാണ് നമ്മൾ ഗോസിപ്പ് ചെയിൻ എന്ന് പറയുന്നത്. അതായത് ദിസ് ചെയിൻ ഈസ് ലൈക്ക് ദ വീൽ വെയർ എ ഈസ് അറ്റ് ദ സെൻറ്റർ ആൻഡ് ദ ഇൻഫർമേഷൻ പാസസ് അലോങ് ദ സ്പോക്സ് ഓഫ് ദ വീൽ ടു അതേഴ്സ് സ്റ്റേഷൻഡ് ഓൺ ദ റിം. അതായത് സെൻട്രലായിട്ട് ഒരാളുണ്ടാവും. ഇപ്പം ഒരു ഓഫീസിൽ ലഞ്ച് കഴിക്കുന്ന സമയമാണെങ്കിൽ ആരാണോ ഈ ഗോസിപ്പ് തുടങ്ങി വെക്കുന്നത്, ഹി വിൽ സിറ്റ് ഇൻ ദ സെൻറ്റർ ആൻഡ് ഹി വിൽ ജസ്റ്റ് ഷെയർ ദ ഇൻഫർമേഷൻ ടു ഓൾ ദി അതർ പേഴ്സൺ ഹു ഈസ് സിറ്റിംഗ് അറൗണ്ട് ഹിം ഓർ ഹെർ. ഓക്കെ, ഒരാളുണ്ടാവും സെൻട്രലായിട്ട്, അത് എ നമുക്ക് വിളിക്കാം അദ്ദേഹത്തെ. അദ്ദേഹം അവിടെ ചുറ്റുകൂടിയിരിക്കുന്ന എല്ലാവരിലേക്കും ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. ആ കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഗ്രേപ്പ് വൈനിൽ തന്നെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഗോസിപ്പ് ചെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു യു. സെൻട്രലിൽ ഒരാളുണ്ടാവും ദാറ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് ദാറ്റ് സിംഗിൾ പേഴ്സൺ വിൽ പാസ് ദ ഇൻഫർമേഷൻ ടു ദ ഗ്രൂപ്പിലേക്കാണ് പാസ് ചെയ്യുന്നത്, ഒറ്റൊരാളിലേക്കല്ല. എ ബി സി എന്നല്ല പോകുന്നത്, ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിലേക്ക് ഇദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ നേരെ തന്നെ ഡയറക്റ്റായിട്ട് അവരോട് സംസാരിക്കുകയാണ്. ഇനി അടുത്തൊരു ഇതേപോലെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ചെയിൻ ആണ്. ഓക്കെ, ഫസ്റ്റത്തത് സിംഗിൾ സ്ട്രാൻഡ് ചെയിൻ, ഗോസിപ്പ് ചെയിൻ. മൂന്നാമത്തത് പ്രോബബിലിറ്റി ചെയിൻ. പ്രോബബിലിറ്റി ചെയിൻ എന്താണ്? is a random process in which A transmits the information to others in accordance with the laws of probability, and then these others tell still others in a similar manner. അതായത് ഇതിനെയാണ് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഒരാൾക്ക് പാസ് ചെയ്യാനുണ്ടെങ്കിൽ അയാൾക്ക് അറിയില്ല വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്, ബട്ട് വാട്ട് ദിസ് പേഴ്സൺ വിൽ ഡു ഇസ് ദാറ്റ് ഹി വിൽ ജസ്റ്റ് പാസ് ഓൺ ദിസ് ഇൻഫർമേഷൻ ടു അതേഴ്സ്, മേ ബി ടു വൺ പേഴ്സൺ, ആൻഡ് ദാറ്റ് വൺ പേഴ്സൺ വിൽ പാസ് ദിസ് ഇൻഫർമേഷൻ ടു അതർ. ആൻഡ് ഹി വിൽ സേ ദാറ്റ് നമുക്ക് അറിയില്ല കേട്ടോ, ഇത് കറക്റ്റാണോ അല്ലയോ എന്ന് അറിയില്ല, അപ്പോൾ യു ജസ്റ്റ് കീപ് ദാറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരാളോട് പറയും. അപ്പോൾ ഈ ആൾ എന്ത് ചെയ്യും? അപ്പുറത്തെ ആളോട് പറയും
അങ്ങനെയാണ് പറഞ്ഞത്, അത് സത്യമാണോ അല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ യു ജസ്റ്റ് കീപ് വിത്ത് യു. വെക്കുമോ ആരെങ്കിലും ഒരു രഹസ്യം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് വെക്കുമോ, ഉള്ളിൽ വെക്കുമോ? നോ, ഹി വിൽ ഡെഫിനറ്റ്ലി ഷെയർ വിത്ത് അതേഴ്സ്. സോ അങ്ങനെ ഷെയർ ചെയ്ത് പോകുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുക പ്രോബബിലിറ്റി കമ്മ്യൂണിക്കേഷൻ ചെയിൻ. പ്രോബബിലിറ്റി കമ്മ്യൂണിക്കേഷൻ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വിൽ ടെൽ സംതിങ് ടു ബി and he will say that I don't know whether it is true or false, but you keep with yourself. നീ നിൻ്റെ കയ്യിൽ ആ ഒരു ഇൻഫർമേഷൻ നിൻ്റെ കയ്യിൽ വെച്ചോ, ശരിയാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, സോ ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അങ്ങനെ പോവും. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, സെയിം മാനറിലാണ് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല ശരിയാണോ തെറ്റാണോ, ബട്ട് യു ജസ്റ്റ് കീപ്പ് വിത്ത് യുവർ സെൽഫ്. സോ അതിനാണ് നമ്മൾ എന്ത് പറയുക, പ്രോബബിലിറ്റി ചെയിൻ എന്ന് പറയാം. ഇനി ലാസ്റ്റ് വരുന്നത് ക്ലസ്റ്റർ ചെയിൻ ആണ്. ക്ലസ്റ്റർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A tells selected person who may in turn relay the information to other selected individual. Most of the informal communication follows this chain. അതായത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് ആലോചിക്കേണ്ടത്, ഫോർമൽ അല്ല. അതിൽ ഒരാളെ സെലക്ട് ചെയ്യും. അതായത് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരിലേക്കും ഒരു ഇൻഫർമേഷൻ എത്തിക്കണമെങ്കിൽ, പാസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഓളെ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് സെലക്ട് ചെയ്യും. മേ ബി നൂറ, മേ ബി ശ്രേയ, മേ ബി വിവേക് ഓർ എനിവൺ, ആരെങ്കിലും ഞാൻ ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവരോട് പറയും, മോളെ നീ ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണേ. സോ ഐ വിൽ സെലക്ട് എ പേഴ്സൺ and that person will select someone else maybe or directly convey the message to the group. അതിനെയാണ് നമ്മൾ ക്ലസ്റ്റർ മെത്തേഡ് എന്ന് പറയുക. ഐ വിൽ സെലക്ട് എ പേഴ്സൺ ആൻഡ് ദാറ്റ് പേഴ്സൺ ഹൂം ഐ ഹാവ് സെലക്റ്റഡ് വിൽ സെലക്ട് അനദർ പേഴ്സൺ. ദിസ് ഈസ് ക്ലസ്റ്റർ മെത്തേഡ്. അപ്പോൾ ഈ രീതിയിൽ പോകുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുക. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷനിൽ ഇത്തരം 4 രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും. സിംഗിൾ സ്ട്രാൻഡ്, ഗോസിപ്പ്, പ്രോബബിലിറ്റി, ക്ലസ്റ്റർ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രൊഫസർ കെയ്ത്ത് ഡേവിസ്. ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ മുന്തിരിവള്ളി പോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം.